ഹൊററിന്റെ ആണെങ്കിലും കോമഡി ആയിട്ടാണെങ്കിലും നല്ല ബാലൻസ് ആയിരുന്നു. അടിപൊളി, എല്ലാവരും അടിപൊളിയായിരുന്നു എല്ലാവരും. പക്ഷെ സെക്കൻഡ് ഹാഫിൽ പടം വേറെ ലെവലിലേക്ക് മാറും. അതായത് റൊമാൻറ്റിക്, കോമഡി, ഡ്രാമ എല്ലാം. നല്ല പടം. അങ്ങനെയൊന്നുമില്ല, നല്ല പടം. ഭയങ്കര ബാലൻസ്ഡ് ആയിരുന്നു ഭയങ്കര ബാലൻസ്ഡ് ആയിരുന്നു എല്ലാം. അപ്പോൾ ഹൊററിന്റെ ആണെങ്കിലും കോമഡി ആയിട്ടാണെങ്കിലും നല്ല ബാലൻസ് ആയിരുന്നു. അങ്ങനെയൊന്നും പറയാനുള്ള ഒരു ഇത് എനിക്കില്ല. നല്ല അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. സൂപ്പറായിരുന്നു. അതുപോലെ പിന്നെ പിന്നെ ഇതിലുണ്ടല്ലോ സുരേഷ് ചേട്ടൻ്റെ മോന് പൊളിച്ച്. അർജുന ചേട്ടനെ കുറിച്ച് പറയാനൊന്നുമില്ല, സൂപ്പറാക്കിയാണ് ഈ പടം. ഒന്നുമില്ല, എല്ലാം സസ്പെൻസാണ്, ഒന്നും പറയാൻ പറ്റില്ല. സൂപ്പർ പടം അടിപൊളിയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അടിപൊളി, എല്ലാവരും അടിപൊളിയായിരുന്നു, എല്ലാവരും അടിപൊളി ചെയ്താണ്. അത്യാവശ്യം സൂപ്പറായിരുന്നു. ഒരു രക്ഷ അടിപൊളി പടവും. നമ്മൾ ഫുൾ എൻഗേജ്ഡാണ് പടത്തിൽ. കാരണം ഒട്ടും ലാഗില്ലാത്ത നല്ല സൂപ്പർ പടം എന്ന് പറയില്ല. അതായത് നമുക്ക് ഒട്ടും ലാഗില്ല. നമ്മളൊരു ഈ പേര് തന്നെ സുമതി വളവ്. അപ്പോൾ അത് നമ്മൾ എന്താണ് പ്രതീക്ഷിച്ച് വരുന്നത്, അതാണ് ഈ പടത്തിൽ. മാക്സിമം ഒരു ഫസ്റ്റ് ഹാഫ് ഫുള്ള് ആ ലെവൽ തന്നെയാണ് പടം. പക്ഷേ സെക്കൻഡ് ഹാഫിൽ പടം വേറെ ലെവലിലേക്ക് മാറും. അതായത് റൊമാൻറ്റിക്, കോമഡി, ഡ്രാമ എല്ലാം അടങ്ങിയ നല്ലൊരു അടിപൊളി ഫാമിലി മൂവി. എല്ലാം കൊണ്ടും സൂപ്പർ പടം. പേടിക്കാനുള്ള കുറേ ഒരു ഭാഗങ്ങളുണ്ട്. നമ്മൾ ഹൊറർ മൂവിയാണല്ലോ, അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഭാഗങ്ങൾ അതുകൊണ്ട്. പിന്നെ കോമഡി ആയിട്ട് നമുക്ക് അതുമുണ്ട്, റൊമാൻറ്റിക് ആണെങ്കിൽ അതുകൊണ്ട്. എല്ലാം അടങ്ങിയൊരു നല്ലൊരു മൂവി. ആ മാളികപ്പുറത്തിൻ്റെ ആ ഒരു ടീമാണ്. ഗോകുൽ സുരേഷ് എടുത്ത് പറയേണ്ടത് നല്ലൊരു ക്യാരക്ടറാണ് പുള്ളി കിട്ടിയിട്ടുള്ളത്. അതേപോലെ അർജുൻ അശോകൻ നല്ല അഭിനയമാണ്, നല്ല രസമുണ്ട്. എല്ലാം കൊണ്ടും പടം നല്ല സൂപ്പർ പടമാണ്. എല്ലാം കൊണ്ടും അടിപൊളി പടമാണ്, ഒന്നും പറയാനില്ല. നെഗറ്റീവ്